LDF സർക്കാർ ഓരോ പുത്തൻ ആശയങ്ങൾ ഓരോ ഘട്ടത്തിലും കൊണ്ടുവരുന്നു എന്നുള്ളൊരു പ്രത്യേകത അത് ഈ ഒരു സർക്കാരിൻ്റെ മാത്രമായി തന്നെ എടുത്തു പറയേണ്ടി വരും. ഇന്ന് തുടക്കം കുറിക്കുന്ന കോൺക്ലേവ് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്നിപ്പോൾ മന്ത്രി സജി ചെറിയാൻ നമുക്കൊപ്പം ചേരുന്നത്. രണ്ട് അതായത് ഈ കേരളവും യൂറോപ്പും അത് ഒന്നിക്കുകയാണ് ഒരു വേദിയിൽ. എന്താണ് ഈ ഒരു ആശയത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്താൻ കാരണം? അതോടൊപ്പം തന്നെ എന്താണ് ഈ ആശയത്തിലൂടെ ലക്ഷ്യമിടുന്നത് പ്രധാനമായും? അതിനകത്തൊരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ സമുദ്രമേഖല 600 കിലോമീറ്റർ ദൈർഘ്യമാണ്. 2021 ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ നടത്തിയൊരു പഠനം, ഒരു 15% പോലും അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് അതിന് വഴി? പലതരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ഗവൺമെൻറ് തലത്തിൽ ആലോചിച്ചു. പല പദ്ധതികളും തീരദേശ മേഖല നടപ്പാക്കുകയും ചെയ്തു. ഇപ്പോൾ പുനർഗേഹം പദ്ധതി, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷാ പദ്ധതികൾ, ഇൻഷുറൻസ് പദ്ധതികൾ, മത്സ്യമേഖലയിലെ ഗതാഗത സംവിധാനങ്ങൾ, ഇതെല്ലാം നമ്മൾ നമ്മുടെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നടപ്പാക്കി. അത് ഇന്ത്യയിൽ ആദ്യമായി ഏറ്റവും നന്നായി പ്രവർത്തിച്ച 9 വർഷമാണ് 1ഉം 2ഉം പിണറായി വിജയൻ ഗവൺമെൻറ്. എന്നാൽ ഇത് നമ്മുടെ ആവശ്യങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മേഖലയും 65% വരുന്ന ഉൾനാടൻ മേഖലയും എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്? അത് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പരിശോധനയും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ സഹായിക്കാൻ കഴിയുന്ന മേഖലകളുമായി ചർച്ചകൾ നടത്തണം. അത്തരമൊരു ഘട്ടത്തിലാണ് യൂറോപ്യൻ യൂണിയനെ സമീപിക്കാൻ ഞങ്ങൾ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി ഞാൻ ഇവിടുന്ന് ഡൽഹി ഞങ്ങളുടെ സെക്രട്ടറി എല്ലാം പോയി യൂറോപ്യൻ യൂണിയൻ്റെ ചീഫ് അംബാസിഡറോട് സംസാരിച്ചു. ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു, കേരളത്തിൻ്റെ സാധ്യതകൾ പറഞ്ഞു. അദ്ദേഹം വളരെ വിശദമായി, KV തോമസ് സാറും ഉണ്ടായിരുന്നു, വളരെ വിശദമായി എല്ലാം കേട്ടു. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണ്? ഒന്ന് മറൈൻ ലോജിസ്റ്റിക് മേഖല, പ്രത്യേകിച്ച് നമ്മുടെ ഈ തുറമുഖം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ളൊരു മാറ്റമാണ് ലോജിസ്റ്റിക് മേഖല വരാൻ പോകുന്നത്. അക്വാകൾച്ചർ ഇപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അക്വാകൾച്ചറിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. വലിയ തരത്തിൽ നമുക്ക് ഉൽപ്പാദനം നടത്താൻ കഴിയുന്ന മേഖലയായിട്ട് അക്വാകൾച്ചർ മാറ്റാൻ പറ്റും. സമുദ്ര മത്സ്യബന്ധനം ഇപ്പം നമുക്ക് 12 നോട്ടിക്കൽ മൈലിനുള്ളിൽ ആണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ പാവപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന മത്സ്യബന്ധനം, അതിനപ്പുറത്തേക്ക് നമുക്ക് ആഴക്കടലിലേക്ക് പോയി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിദേശ രാജ്യങ്ങളെ പലരും ചെയ്യുന്ന മത്സ്യബന്ധനമുണ്ട്. അതിലേക്ക് എങ്ങനെ നമുക്ക് മാറ്റപ്പെട്ടാൻ പറ്റും? അതിലേക്ക് നമ്മുടെ മത്സ്യത്തൊഴിലാളി കുട്ടികളെ എങ്ങനെ പരിശീലിപ്പിക്കാൻ പറ്റും? നമ്മളിപ്പോൾ 5 ആധുനിക സംവിധാനമുള്ള ബോട്ടുകൾ അതിനുവേണ്ടി ഇറക്കി. പക്ഷേ അതിൻ്റെ ടെക്നോളജി നമ്മൾ വേണ്ടത്ര, നമ്മുടെ ആ ടെക്നോളജി നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് അത് ഉണ്ടാക്കിയതെങ്കിലും നമുക്കത് പൂർണ്ണ അർത്ഥത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിന് കൂടുതൽ ആധുനിക സാങ്കേതിക സഹായങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ പുനരുപയോഗ സമുദ്രോർജ്ജം എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും? നൈപുണ്യ വികസനം, അക്കാദമിക്കായിട്ടുള്ള സഹകരണം, നൈപുണ്യ വികസനവും അക്കാദമിക് സഹകരണത്തിൻ്റെയും ഗവേഷണമായിട്ടുള്ള സംയുക്തമായിട്ടുള്ള ഇടപെടലും നമ്മുടെ കുഫൂസ്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ലോകത്തെ പല രാജ്യങ്ങളും പല യൂണിവേഴ്സിറ്റികളുമായി നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നോർവേ സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ 10 കുട്ടികൾ അവിടെ പോയിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. നമുക്ക് അതിന് കൂടി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പുതിയ ആധുനിക വിഷയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും പരിശീലിക്കാനും കഴിയും. പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനെ പറ്റും. ടൂറിസം മേഖലയെ പറ്റി എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ടൂറിസം മേഖലയെ നമുക്ക് ഈ കാലം ഉണ്ടാക്കി. പക്ഷേ തീരദേശ ടൂറിസം നമുക്ക് ഇനി ഒരുപാട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നിലവിലുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്? അത് 18-ാം തീയതി ഇന്ന് 2:30 മണി മുതൽ 5:30 മണി വരെ നടക്കുന്ന 3 മണിക്കൂർ യൂറോപ്യൻ യൂണിയൻ്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. 19 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. തിരഞ്ഞെടുക്കപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സും യോഗത്തിൽ കാണും. അതൊരു ക്ലോസ് ഡോർ മീറ്റിംഗ് ആണ്. അത് നമ്മൾ ഏകദേശം കേരളത്തിലെ വിവിധ വകുപ്പുകളും ഫിഷറീസും കൂടെ ചേർന്ന് 2 ലക്ഷം കോടി രൂപയോളം വരുന്ന പ്രപ്പോസൽസാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ അതല്ല പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. ഭാവി കേരളത്തിൻ്റെ സാധ്യതകൾ എന്താണ്? ഇപ്പം നമ്മുടെ നിലവിലുള്ള സാധ്യതകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കുറച്ച് പ്രോജക്റ്റുകൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ താല്പര്യമുള്ളവർക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് സഹകരിക്കും. എന്നാൽ ഭാവി കേരളത്തിൻ്റെ സാധ്യതകൾ എന്താണ്? നാളെയാണ് ആ സെക്ഷൻ. രാവിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ 9:30 ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഫിഷറീസ് മന്ത്രിയും
കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്, യൂറോപ്യൻ യൂണിയൻ അംബാസിഡേഴ്സ് എല്ലാം പങ്കെടുക്കുന്നുണ്ട്, ചീഫ് അംബാസിഡർ പ്രസംഗിക്കുന്നുണ്ട്, കേരളത്തിലെ മന്ത്രിമാരിൽ നല്ലൊരു ശതമാനം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺക്ലേവ്, ഈ ഒരു ഉദ്ഘാടന സമ്മേളനം ഒരു ചരിത്ര സംഭവമാണ്. കാരണം അത് ഇതിനു മുമ്പ് നടന്നിട്ടില്ല. അത് ചെറിയൊരു കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. കാരണം കേരളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നാളെ 6 സെക്ഷനുകൾ നടക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ രാജ്യങ്ങളുടെ പ്രതിനിധികളും കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും ഉദ്യോഗസ്ഥ മേധാവികളും ജനപ്രതിനിധികളും ആദ്യമായി ഒരു മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്. ആ മേഖലയുമായി അനുബന്ധമായി വരുന്ന വികസനങ്ങൾ ചർച്ച ചെയ്യാണ്. അപ്പോൾ സാധ്യതകളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരു 30 വിഷയങ്ങൾ ഈ 6 സെക്ഷനുകളായിട്ട് ചർച്ച ചെയ്യപ്പെടും. അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ആശയങ്ങൾ ഭാവി കേരളത്തിൻ്റെ വികസനത്തിന് ഞങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുവെച്ചാൽ ഇപ്പോൾ ഒറ്റയടിക്ക് എല്ലാം നടപ്പാക്കുക എന്നുള്ളതല്ല. കാലങ്ങളെടുത്ത് അല്ലെ വർഷങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ ഇന്നത്തെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക, ഭാവി സാധ്യതയെപ്പറ്റി ഒരു രൂപം കൊടുക്കുക. തീർച്ചയായിട്ടും ഈ വരുന്ന രാജ്യങ്ങൾക്കെല്ലാം എന്താണ് കേരളമെന്ന് വരച്ച് കാണിക്കും ഞങ്ങൾ. അവരെ ബോധ്യപ്പെടുത്തും കേരളം ഇന്നതാണ്, കേരളത്തിൻ്റെ സാധ്യത ഇന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ഇതിപ്പോൾ അവരുടെ വന്നപ്പോൾ തന്നെ അവരോട് നമ്മൾ നമ്മുടെ പുതിയ തുറമുഖം നമ്മളിപ്പോൾ ഇന്ന് രാവിലെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കാണുകയും പുതിയ മേഖലകളിലേക്ക് പോകാനുള്ള പ്രചോദനം അവർക്ക് ലഭിക്കുകയും ചെയ്യണം. അവരെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ രാജ്യം തന്നെ ഈ തീരുവ വർധനവ് നമ്മൾ വലിയ പ്രതിസന്ധി നേരിടുന്നൊരു ഘട്ടത്തിൽ യൂറോപ്യൻ യൂണിയൻ 27-29 രാജ്യങ്ങളുടെ വാതിൽ തുറക്കുകയാണ്. അത് ഇന്ത്യക്ക് കൂടെ പ്രയോജനപ്പെടുന്നതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സഹകരണമാണ് കേന്ദ്ര ഗവൺമെൻറ്, 2 മന്ത്രിമാർ നല്ല സഹകരണം. അവർ 2 പേരും ത്രൂ ഔട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം യോജിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചല്ലോ ഒരു ചോദ്യം, പുതിയ ആശയങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് പുതിയ ആശയങ്ങൾ വരുന്നത്. നമുക്ക് ഒരുപാട് സാധ്യതകൾ, ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നത് സിനിമാ കോൺക്ലേവ് നടത്തിയിട്ടുണ്ട്. സിനിമാ ടൂറിസം 1% പോലും കേരളത്തിൽ വിനിയോഗിച്ചിട്ടില്ല. ഈ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട് ആ പ്രൊജക്റ്റിലേക്ക് വരാൻ പോവുകയാണ്. സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നത് ആണ് പുതിയ ആശയങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അതിൽ ഷീജ പറഞ്ഞത് ശരിയാണ്, ഒരുപാട് പുതിയ ആശയങ്ങൾ പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്ത് കേരളത്തിൽ വന്നു കഴിഞ്ഞു. ഇത് നടപ്പാക്കി എടുക്കാൻ കഴിഞ്ഞാൽ നവകേരളം, അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന നവകേരളം, അതിലേക്ക് ഞങ്ങൾ എത്താനുള്ള വലിയ ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്.